സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഒരു ഇൻസ്റ്റന്റ് കഥ പറയുകയാണ്. കഥയുടെ പേര് ഓണവെയിൽ എന്നാണ്. കേൾക്കുമല്ലോ. തിരുവുള്ളക്കാവ് കിഴക്കേ നടയിൽ നിന്നാണ് പാണൻപാട്ട് കേൾക്കുന്നത്. കർക്കിടകം പിറന്നാൽ പിന്നെ തിരുവരങ്കന്റെ കുടുംബക്കാർക്ക് തുയിലുണർത്തിൻ്റെ കാലമാണ്. അനാദികാലം മുൻപേ കൈലാസനാഥനായ പരമശിവനുമായി ഉണ്ടാക്കിയ ഒരു അലിഖിത ഉടമ്പടിയുടെ സന്ധികൾ ഒട്ടും തേഞ്ഞു പോകാതെ സംരക്ഷിച്ചു പോരുകയാണ് തിരുവരങ്ങന്മാർ. ചിങ്ങം പിറക്കുന്നതിന് മുൻപേ ദേശം മുഴുവനും അവർ വലം വച്ച് തുയിലുണർത്തിക്കഴിഞ്ഞിരിക്കും. അവസാനത്തെ തുയിലുണർത്തു പാട്ടാണ് തിരുവോണ പുലരിയിൽ. അതാകട്ടെ പടിഞ്ഞാറേ നടയുടെ ചേർന്നുള്ള കുറച്ചു വീടുകളിൽ മാത്രം. കരിവീരനെയും കാളക്കൂറ്റന്മാരെയും പോത്തുകളെയുമൊക്കെ ദാനമായി പരമശിവനിൽ നിന്ന് കിട്ടിയിട്ടും അതൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കൈലാസനാഥന്റെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന ഉടുക്കിലേക്ക് കണ്ണു നിൽക്കുന്നത് കണ്ട തിരുവരങ്കന്റെ നേരെ ഭഗവാൻ ഉടുക്ക എടുത്ത് നീട്ടി തോളിലിട്ടു കൊടുക്കുകയാണ്. സംപ്രീതനായ ഭഗവാനെ സന്തോഷിപ്പിക്കുവാനായിട്ട് തിരുവരങ്കൻ കാത്തു നിൽക്കുകയാണ്. മഹാദേവൻ അരുളി ചെയ്യുന്നു, തിരുവരങ്ക, കർക്കിടക മാസത്തിൽ നാടുറങ്ങിക്കിടക്കുമ്പോഴോ നാട്ടുകാരുറങ്ങിക്കിടക്കുമ്പോഴോ ചിങ്ങത്തിലേക്ക് അവരെ ഊർജ്ജസ്വലരാക്കി ഉയർത്തിക്കൊണ്ടുവരുവാൻ, തുടർന്നുള്ള ജീവിത നാളുകൾ അവർക്ക് സുന്ദരമാക്കി തീർക്കുവാൻ വേണ്ടി, ഉണർവുണ്ടാക്കുവാൻ, ഉത്തേജനം ഉണ്ടാക്കുവാൻ വേണ്ടി ഗ്രാമഗ്രാമാന്തരങ്ങളും ദേശദേശാന്തരങ്ങളിലൊക്കെയും തുയിലുണർത്തു പാടി നടക്കുക. അത് കേട്ട തിരുവരങ്കൻ മനം നിറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് തന്നെ പാടാൻ തുടങ്ങുകയാണ്. പളിയറവാതിൽ തുറക്കുന്നേ തിരുവരങ്കൻ വരുന്നേ, പളിയറവാതിൽ തുറക്കും നേരം തിരുവരങ്കൻ വരുമല്ലോ. കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ വണങ്ങി തിരുവരങ്കൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. ക്ഷേത്രനടയിൽ നിന്ന് തുയിലുണർത്തിന്റെ അവസാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് കിടക്കപ്പായിൽ നിന്ന് തന്നെ ഉണ്ണിമാഷക്ക് മനസ്സിലായി. എട്ടുകാലി പോലെ ചുരുണ്ട് കിടക്കുകയായിരുന്ന ഉണ്ണിമാഷ് ചുരുളഴിഞ്ഞ്
കുളിമുറിയിലേക്ക് വെച്ച് നടന്ന് അവിടെ പിടിച്ചു വെച്ചിരുന്ന ബക്കറ്റിൽ വെള്ളം തലയിലേക്ക് ഒഴിക്കുകയാണ്. അവിചാരിതമായി കുളിമുറിയിൽ നിന്ന് വെള്ളത്തിൻ്റെ ചിലമ്പ് ശബ്ദം കേട്ട ഭാനു വേഗത്തു പൂണ്ട് ഓടി വന്നു. അപ്പോൾ ഭാനു കണ്ടത് വെള്ളത്തിൽ കുളിച്ച് കലിച്ച് മരവിച്ചു നിൽക്കുന്ന മാഷയാണ്. നിറന്തനിയിൽ കൈകൾ അറിയാതെ കുത്തി ഭാനു വിളിച്ചുപോയി, എൻ്റെ ഈശ്വരന്മാരേ, എന്താ ഈ കാണുന്നത്? മാഷേ എന്താണ് ഈ ചെയ്തത്? 6 മാസമായി കുളിർ ജലം മേൽത്ത് ഇറ്റിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് ഡോക്ടർമാർ പോലും വിധിച്ചിട്ടുള്ളത്. ദേഹശുദ്ധി അത്യാവശ്യമായി വരികയാണെങ്കിൽ നല്ല തോർത്തുമുണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊലിപ്പുറത്ത് ഒപ്പിയെടുക്കുക മാത്രം. ഒരു കാരണവശാലും തോർത്തുമുണ്ട് തൊലിയിൽ നിരക്കരുത്. നിരക്കിയാൽ തൊലി ഒന്നിച്ച് പോന്നെന്ന് വരും. അത്രയ്ക്ക് ദുർബലമായിട്ടാണ് നിൽക്കുന്നത്. 93 കഴിഞ്ഞ മാഷെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന പ്രാർത്ഥനകൾക്കോ അങ്ങനെയുള്ള അനുഷ്ഠാന കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതില്ല. US നിന്ന് മകൻ ദിവസത്തിൽ 2 തവണയെങ്കിലും വിളിച്ചു പറയുന്ന കാര്യമാണ്, അമ്മേ, അച്ഛനൊരു കാരണവശാലും അമിതമായ കാര്യങ്ങൾ ചെയ്യരുത്. 3 നേരവും യാതൊരു വക വിട്ടുവീഴ്ചയുമില്ലാതെ ഗുളികകൾ കൊടുത്തിരിക്കണം. ഡോക്ടർമാർ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഗുളികയിലാണ് ജീവിതം. ആ ഗുളികകൾ കഴിക്കാതിരുന്നാൽ പിന്നെ അവൻ മുഴുമിക്കാറില്ല. അമ്മയും ലീലയിടത്തിയും കൂടെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അമ്മയ്ക്കും വയ്യാതായിരിക്കുന്നു എന്ന വിശ്വാസം നല്ലത് പോലെ ഉള്ളത് കൊണ്ടാണ് ലീലയെ കൂടി രണ്ടുപേരെയും സഹായിക്കാനായിട്ട് മകൻ വച്ചിട്ടുള്ളത്. ഓൾഡ് ഹോം ഒക്കെ ഉണ്ട് അടുത്ത്. എങ്കിലും അവിടേക്കൊന്നും അച്ഛനെയോ അമ്മയെയോ പറഞ്ഞയക്കുവാൻ മകനൊരിക്കലും തയ്യാറായില്ല. ഈ സന്ദർഭത്തിലാണ് മാഷ് തലയിൽ നിറയെ തണുത്ത ജലം കോരി ഒഴിച്ചിട്ടുള്ളത്. ലീലയെ ഭാനു ചോദിച്ചു, ഇനി എന്തു ചെയ്യും? ഉടനെ തുവർത്തി കൊടുക്കുക. ഭാനു നിർദ്ദേശിച്ചതനുസരിച്ച് ലീല തോർത്തുമുണ്ടുകൊണ്ട് തല തുവർത്തി ശരീരഭാഗങ്ങൾ ഒപ്പി ഉണക്കാൻ തുടങ്ങി. മാഷ് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മാഷ് പറഞ്ഞു, ഭാനു, കേൾക്കുന്നില്ലേ? എന്താണ് കേൾക്കാനുള്ളത്? തിരുവരങ്കന്റെ തുയിലുണർത്ത്, തിരുവുള്ളക്കഴവ്
കിഴക്കേ നട കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഗ്രാമോദ്ധാരണം സ്കൂളും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. ഭാനു ഭാഷ തന്നെ നിരീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? യാതൊരു വക ശബ്ദകോലാഹലങ്ങളും കേൾക്കാനുമില്ലല്ലോ. ഭാഷ പറഞ്ഞു, ഇന്ന് തിരുവോണമാണ്, അറിയില്ലേ? അറിയാം. തിരുവോണ ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് നല്ലതുപോലെ അറിയുന്നതല്ലേ? ഭാനുവും ലീലയും കൈമലർത്തി. തുയിലുണർത്തിയ വഴികളിലൂടെ മാത്രമേ തിരുമേനി വരൂ എന്നറിയില്ലേ? നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ അധികം താമസിയാതെ തിരുവരങ്കിനെത്തും. ആ പവിത്രമാക്കിയ തുയിലുണർത്തിയ ആ വഴികളിലൂടെ ഒട്ടും താമസിയാതെ തിരുമേനി വരും. ഇതൊക്കെ ഒരു പഴയ കഥയല്ലേ മാഷേ എന്ന് ചോദിക്കുവാൻ ഭാനു ശ്രമിച്ചു നോക്കിയെങ്കിലും ഒന്നും ഏൽക്കുന്നില്ല. ഭാനു, തിരുമേനിയുടെ പിറകിൽ ആരൊക്കെയാണെന്നറിയാമോ? ആരൊക്കെയാണ്? ഈ പെരുമ്പള്ളി തശ്ശേരി ദേശം മുഴുവനും ഉണ്ടാകും. അതെന്തിന്? പെരുമ്പള്ളിശ്ശേരിയിലെ മുഴുവൻ മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചൊടുങ്ങിപ്പോയവർക്കുമൊക്കെ കൊല്ലത്തിലൊരിക്കൽ തിരുമേനിയുടെ കൂടെ വരാൻ ഉള്ള അവസരമാണ്. അവർക്ക് നാട് കാണാം, അവർക്ക് വീടുകൾ കാണാം, അവർക്ക് സ്വന്തക്കാരുമായി സംസാരിക്കാം. അതിനുള്ള അവസരമാണ് ഓണം. ഒരു പുതിയ അറിവ് കേൾക്കുന്നത് പോലെ ലീലയും ഭാനുവും മാഷുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പഴയ കാലത്ത് എപ്പോഴൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാരണം ആയിരിക്കണം ഭാഷ ഇങ്ങനെ വ്യക്തമായി പറയുന്നത്. അങ്ങനെ കേട്ടിട്ടില്ല. ഒരു പുതിയ പുരാണം ഉണ്ടാക്കുകയാണോ ഉണ്ണിമാഷ്? മാഷ് പറഞ്ഞു, ഓണം ദേശത്തിൻ്റെ ഉത്സവമാകുന്നത് എങ്ങനെയെന്ന് പറയട്ടെ. അവർ മൗനം പൂണ്ടു. അതായത് ഇതുവരെ ഈ ദേശത്തുണ്ടായിരുന്ന മരിച്ചവർ മുഴുവനും തിരുവോണ നാളിലൂടെ എത്തുകയാണ്. കൂടെ ഇവിടെ ഇപ്പോഴുള്ളവർ മുഴുവനും പങ്കെടുക്കുകയാണ്. അങ്ങനെ ഭൂതവും വർത്തമാനവും ഇനി വരാനിരിക്കുന്ന ഭാവി കാലത്തുണ്ടാവാൻ പോകുന്ന ജനനങ്ങളും ഉറ്റുനോക്കുകയാണ്. ദേശോത്സവം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. കേൾക്കാൻ നല്ല രസം തോന്നിയെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ? അല്ലെങ്കിൽ തിരുമേനിയുമായി ബന്ധപ്പെട്ടുള്ള കഥകളിൽ ഇമാതിരി പറഞ്ഞിട്ടുണ്ടോ? മാഷ് ഏത് വായിച്ചറിവോ കേട്ടറിവോ ആണ് പറയുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല. എങ്കിലും കേൾക്കുമ്പോൾ നല്ല രസമാണ്. മരിച്ചുപോയ കാരണവന്മാർ മുഴുവനും വരിക, തറവാട്ടിൽ മരിച്ചുപോയവരെല്ലാവരും വരിക, അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുക, അവരെല്ലാവരെയും കണ്ട് കൺകുളിർക്കുക. കൊള്ളാം. ഭാനു പറഞ്ഞു, മാഷ് വരൂ, പുറത്തേക്ക് ഇരിക്കാം. ഭാനുവിൻ്റെ കൈകളിൽ ശരീരം അർപ്പിച്ചുകൊണ്ട് മാഷ് പുറത്ത് എത്തുകയാണ്. പുതിയ മുണ്ട്, പുതിയ വേഷ്ടി. നന്നായി പോയി. ഓണത്തിനെല്ലാം പുതിയ ഡ്രസ്സുകൾ തന്നെ. ഭാനു വിചാരിച്ചതുപോലെ തന്നെയായില്ലേ? അക്കാര്യത്തിൽ ഭാനുവിന് യാതൊരു വക അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. നോക്കൂ, തുയിലുണർത്തടുത്തടുത്ത് വന്നു കഴിഞ്ഞു. തിരുവരങ്കൻ ഇതാ നമ്മുടെ വാതിൽ
തുറന്ന് വരുന്നത് കാണുന്നില്ലേ? ആ പാട്ട് കേൾക്കുന്നില്ലേ? നോക്കൂ, കേട്ടു നോക്കൂ. പള്ളിയറവാതി തുറക്കുന്നേ, തിരുവരങ്കിൽ എത്തുന്നേ. പള്ളിയറവാതി തുറക്കുന്നേ, തിരുവരങ്കിൽ എത്തുന്നേ. തിരുവരങ്കന്റെ കൂടെ മാലു തിരുവരങ്കനുമുണ്ട്. മാലു തിരുവരങ്കൻ ഉടുക്കിൽ കൊട്ടിപ്പാടുകയാണ്. ആബാലിയുടെ ഒളിയം പെയ്ത ഭഗവാന് തുയിലുണര. ആ ഭഗവാന്റെ കാലടികൾ ഭഗവാനെ തുകലുണര തുയിലുണര. അവർ നടുമുറ്റത്ത് നിന്നാണ് പാടുന്നത്. ഇനി താമസമില്ല, ഉടനെ എത്തും തിരുമേനി. തിരുമേനിക്ക് പിറകിൽ നമ്മുടെ തറവാടിൽ ജീവിച്ചൊടുങ്ങിയ എല്ലാവരും വരും, ഉണ്ടാവും. അമ്മയുണ്ടാവും, അച്ഛൻ, ഒപ്പോൾ ചേച്ചി, ഏട്ടന്മാർ, എല്ലാവരും ഉണ്ടാവും. വരും. നമുക്കവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഊണ് കഴിക്കണം, ഭക്ഷണം കൊടുക്കണം. തിരുവോണമാണ്. തിരുതകൃതിയാക്കണം. തിരുതകൃതിയാവണമെങ്കിൽ തൂശനില തന്നെ വേണം. പഴയരി ചോറ് വേണം. 4 കൂട്ടം കറികൾ തന്നെ വേണം. സാമ്പാർ, ഓലൻ, അവിയൽ, എരിശ്ശേരി. എരിശ്ശേരി വറുത്തതും നീളനും വേണം. 4 തരം വറവുകൾ വേണം. വറുത്ത ഉപ്പേരികൾ, വട്ടപ്പേരി, നീളനുപ്പേരി, 4 കീറിയ ഉപ്പേരി, ശർക്കര ഉപ്പേരി. കടുമാങ്ങ ഭരണി പൊളിക്കണം. മുറിക്കാത്ത കടുമാങ്ങ തന്നെ വിളമ്പണം. ഇലത്തലയ്ക്കൽ സൂചി കുത്താനുള്ള പഴുതുണ്ടാവരുത്. അങ്ങനെ വന്നാൽ അവിടെ പുളിഞ്ചി വിളമ്പുക. ബാനു എല്ലാം കേട്ട് നിന്നു. ഒരു സ്പൂണ് ചോറ് കഴിഞ്ഞ 6 മാസമായി വായിൽ വെക്കാൻ സമ്മതിച്ചിട്ടില്ലാത്ത ആളാണ് ഈ പറയുന്നത്. ഇല മുഴുവനും നിറഞ്ഞ സദ്യ വേണമെന്ന്. ഒരു ഗുളിക കൊടുത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ തയ്യാറില്ലാത്ത ആളാണ്. മോനോട് എപ്പോഴും വിളിച്ചു പറയുവാനേ സമയമുള്ളൂ. മോനെ, നീ പറയുന്ന പോലെയൊന്നുമല്ല, ഒരു ഗുളിക പോലും അച്ഛൻ കഴിക്കുന്നില്ല. ഗുളിക അകത്തേക്ക് ഇട്ട് അല്പം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ കണ്ണു തെറ്റിയാൽ ഒറ്റ തുപ്പാണ്. ദാ പോകുന്നു ഗുളികയും വെള്ളവും ഒക്കെ. എന്താ മാഷ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോഴൊക്കെ മാഷയുടെ ഉത്തരം ഇത് മാത്രമാണ്. എന്തിന് 93 കഴിഞ്ഞ വൃദ്ധനെ എന്തിന് നിങ്ങൾ പിടിച്ചു വയ്ക്കുന്നു? എന്ത് കാരണം കൊണ്ട്? എന്നെ എൻ്റെ കുടുംബക്കാരോടൊപ്പം വിടുക, ഞാൻ അവരോടൊപ്പം കൊല്ലത്തിലൊരു തവണ വന്നുകൊള്ളാം. ചിരിയാണ് ലീലയ്ക്കും ഭാനുവിനും അപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളത്. ലീലേ, ഭാനു, നടവാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. തിരുമേനിയാണ്. തിരുവേനിയുടെ മെതിയടി ശബ്ദമുണ്ടാകുന്നു. സ്റ്റെപ്പുകൾ ഇറങ്ങാൻ ശബ്ദം കേൾക്കുന്നില്ലേ? ഉയർന്ന തുകൽ
മതിയടിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്നത് കാണുന്നില്ലേ? ആകെ മഞ്ഞ വെളിച്ചം പരക്കുകയാണ്. ആ മഞ്ഞ വെളിച്ചത്തിനകത്താണ് തിരുമേനി നിൽക്കുന്നത്. അരപ്പട്ട കൊണ്ട് ഇറുകിയ അര, വിടർന്ന നെഞ്ച്, ശിരസിൽ സ്വർണ്ണ കിരീടം, ആകെ മഞ്ഞപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു തിരുമേനി. മഞ്ഞപ്രകാശം നടന്ന് നടന്നു വരികയാണ്. തൊട്ടുപിറകിലുണ്ട് തറവാട്ടിൽ ജനിച്ച് ഒടുങ്ങിപ്പോയവരെല്ലാം. എന്തൊരപൂർവമായ കാഴ്ച! എവിടെ കിട്ടും ഇത്തരത്തിലുള്ള ഒരു അപൂർവ കാഴ്ച? അപൂർവ സംഗമം. തിരുമേനി നടന്ന് നടന്ന് നടുമുറ്റം കഴിഞ്ഞ് വരാന്തയിലേക്ക് കാലുകുത്തുന്നു. പൂക്കളത്തിൽ ഉയർന്നു നിൽക്കുന്ന തൃക്കാക്കരപ്പനെ വണങ്ങുന്നു. രണ്ട് കൈകളും ഉയർത്തി അനുഗ്രഹ ആശിസ് പൊഴിച്ചുകൊണ്ട് തിരുമേനി പറയുന്നു, നന്നായി മാഷേ, എല്ലാം നന്നായിരിക്കുന്നു. വലിയ സന്തോഷമായി പോയി നമുക്ക്. നിങ്ങളെല്ലാം നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും നാം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അത്രയും പറഞ്ഞ് തിരുമേനി തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ നടവഴിയിലൂടെ ഇറങ്ങി വരുന്നു കുമ്മാട്ടി സംഘം. കുമ്മാട്ടികൾ ഒന്നല്ല, രണ്ടല്ല, 3, 4, 5, 1 9 പേരാണ്. കുട്ടിക്കുമ്മാട്ടികൾ, തള്ളക്കുമ്മാട്ടികൾ, തന്തക്കുമ്മാട്ടികൾ, കാട്ടാളന്റെ വേഷം, ദേവിയുടെ വേഷം. ആഹാഹ, എന്തൊരു അത്ഭുതകരമായുള്ള കാഴ്ചകൾ! അവർ നടുമുറ്റത്തേക്ക് ചാടി വീഴുകയാണ്. അവിടെ ഓടി നടക്കുകയാണ്, കൈകൊട്ടി കളിക്കുകയാണ്. എട്ടുകദന്തം പൊട്ടിയലറട പൊട്ടച്ചാരേ. തിരുമേനി അവരോടൊപ്പം ചേരുകയാണ്. കുമ്മാട്ടിപ്പെരു വയറാ നിന്നുടെ കുംഭകുലുക്കി താന്നുകളി, കുമ്മാട്ടിപ്പെരു വയറാ നിന്നുടെ കുംഭകുലുക്കി താന്നുകളി. ഭാഷ ശ്രദ്ധിക്കുമ്പോൾ ആരാണ് പാടുന്നത്? തിരുമേനിയാണ് പാടിക്കൊടുക്കുന്നത്. തിരുമേനി അവർക്ക് ചുറ്റും കൈകൊട്ടി പാടി രസിപ്പിക്കുകയാണ്. യഥാപമത്തെ വാളം പൊളിഞ്ഞ എത്തിച്ചു പിടിക്കും കുമ്മാട്ടി, കുമ്മാട്ടിപ്പെരു വയറാ നിന്നുടെ കുംഭകുലുക്കി താന്നുകളി. അറിയാതെ മാഷും അതിനകത്തേക്ക് ചെന്ന് ചേരുകയാണ്. തേങ്ങാമരം അത് കാക്കണമെങ്കിൽ തേങ്ങ കൊടുക്കുക കുമ്മാട്ടിക്ക്. കുമ്മാട്ടിക്ക് പഴങ്ങൾ കൊടുത്താൽ ഉണ്ണാനുണ്ടാവും എല്ലാവർക്കും. പിറകിൽ നിന്ന് ഭാനുവും ലീലയും ഒന്നായി വിളിച്ചു പറയുകയാണ്, മാഷേ, ചാടിത്തുള്ളല്ലേ, ചുറ്റും കിടന്ന് ഓടരുതേ, ഇവിടെ വന്നിരിക്കൂ. മാഷേ, അവർ കളിക്കട്ടെ. ഒന്നും കേട്ടില്ല മാഷ്, ഒന്നും കേട്ടില്ല. 5-ാം വയസ്സിൽ തുടങ്ങിയതാണ് കുമ്മാട്ടിയുമായുള്ള പ്രണയം. പെരുമ്പള്ളിശ്ശേരിയുടെ ഏത് മൂലയും മാഷ് അറിയുന്നത് കുമ്മാട്ടിയിലൂടെയാണ്. കുമ്മാട്ടി മുറ്റത്തെത്തി കഴിഞ്ഞാൽ പിന്നെ മാഷക്ക് കയ്യിൽ പുസ്തകം ഉറയ്ക്കുകയില്ല. കഴിക്കുന്നത് ഭക്ഷണമാണെങ്കിലും അതെല്ലാം അവിടെ ഇട്ടുകൊണ്ട് ഓടിപ്പോവുകയാണ്. പറയാമോ ലീലേ, പറയാമോ ഭാനു, പെരുമ്പള്ളിശ്ശേരി എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന്? നിങ്ങളെ കൊണ്ടാവില്ല, നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയില്ല. അതറിയണമെങ്കിൽ കുമ്മാട്ടിയുടെ പിറകെ പോയിട്ടുണ്ടാവണം.
കുമ്മാട്ടി കെട്ടി ഓരോ വീടുകളിലും ചെന്ന് ഓലച്ചക്രം ഏറ്റം കെട്ടിയ ഓടിക്കൂടും കുമ്മാട്ടി, കുമ്മാട്ടി പെരുവയറാ നിന്നോടെ കുമ്പകുലിക്ക് താന്നുകളി എന്ന് പാടിയിട്ടുണ്ടാവണം. ആ പാട്ടെങ്ങനെ വിസ്മരിക്കുവാൻ സാധിക്കും? ആ പാട്ടിലൂടെയാണ് പൂത്രക്കൽ മുതൽ പാമ്പാന്തോട് വരെ നീണ്ടുകിടക്കുന്ന പെരുമ്പള്ളിശ്ശേരിയെ അറിയുവാൻ കഴിയുകയുള്ളൂ. മാഷ് പറയുകയും കുമ്മാട്ടിയോടൊപ്പം താളം ചവിട്ടുകയും ഓടുകയും ചെയ്യുന്നു. പടിപ്പരുവാതിൽ തുറന്ന് മറ്റൊരു കൂട്ടം വരികയാണ്. ദേശത്തെ മുഴുവൻ യുവതികളുമുണ്ട്. അവർ കൈക്കൊട്ടി കളിക്കുകയാണ്. വന്നതും അവർ എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിനയക്കേണം, കൃഷ്ണാട്ടത്തിനയച്ചാൽ പോരാ കൃഷ്ണൻ തന്നെ കെട്ടേണം. അവർ നടുമുറ്റത്ത് പാട്ടുപാടി ചുറ്റിയടിക്കുകയാണ്. ആകെ കൂടെ ചെണ്ടയുടെ മേളം, ഉടുക്കിൻ്റെ വാദ്യങ്ങൾ, കൈകൊട്ടിക്കളി, കൈകൊട്ടലുകൾ, ഇലത്താളങ്ങളുടെ മത്സരം. കൂട്ടത്തിൽ തിരുവരങ്കൻ്റെ തുയിലുണർത്തും. എല്ലാം കൂടിയായപ്പോൾ വിയർക്കാത്തവരാരുണ്ട്? കളിക്കാത്തവരാരുണ്ട്? മാഷ് ഒരു നിമിഷം പോലും എവിടെയാണെന്ന് പോലും അറിഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, മാഷേ, അടുത്ത വീടുകളിൽ കൂടെ ഒന്ന് പോയി വരാം. മാഷ് സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെയായി സന്തോഷസമേതം സദ്യ പങ്കിട്ട് കാത്തു നിൽക്കുക. തിരുമേനിയുടെ മെതിയടി പടിപ്പരുവാതിൽ കടന്ന് ഇടവഴിയിലേക്ക് പോവുകയാണ്. ഭാനു, എല്ലാവർക്കും സദ്യ വിളമ്പൂ. ഇന്ന് എല്ലാവരും ഒന്നിച്ചിരുന്നാണ് സദ്യ കഴിക്കേണ്ടത്. തിരുവരങ്ങിലും ഭാര്യയും നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ. കൈകൊട്ടി കളിക്കാരും കുമ്മാട്ടികളും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. തറവാട്ടിൽ നിന്ന് പിരിഞ്ഞു പോയവരെല്ലാവരും നമ്മളോടൊപ്പം ചേർന്ന് ഭക്ഷണം കഴിക്കട്ടെ. എല്ലാവരും ഇലകൾക്ക് മുമ്പിലിരിക്കൂ. സുഖമായി ഭക്ഷണം കഴിച്ച് പോകാൻ പാടും. ഇന്ന് തിരുവോണമാണ്. തിരുവോണം എന്നാൽ തിരുതകൃതി എന്നാണ്. തിരുവരങ്കൻ ചോദിച്ചു, മാഷ് ആരോടാണ് സംസാരിക്കുന്നത്? ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അവരോട് തന്നെ. തിരുവരങ്ക, ആരെയും കാണാനില്ലല്ലോ. നോക്കൂ, നമുക്ക് മുന്നിൽ മുഴുവൻ ആൾക്കാർ നിൽക്കുകയാണ്. ഇതാണൊരു കുഴപ്പം. മരണപ്പെട്ടവരെ കാണാൻ പറ്റുകയില്ല എന്നൊരു ധാരണ വെച്ച് പുലർത്തുകയാണ് ഓരോ മനുഷ്യരും. മരണം എന്ന് പറയുന്നത് ഒരു തമാശ മാത്രമാണ് തിരുവരങ്ക. അതൊരു പദം മാത്രമാണ്. ഏതെങ്കിലും സ്നേഹബന്ധത്തെ മരണം കൊണ്ടില്ലാതാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരുവരങ്കൻ വാ പൊളിച്ചു നിന്നു. സുഖമായ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും വേണ്ടി നിൽക്കുന്നു. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ വഴിയുടെ അവസാനത്തു നിന്ന് മൂശാരിയുടെ ആദിയിൽ നിന്ന് അനുഗ്രഹാശിസ്സുകൾ നൽകി തിരുമേനി വീട്ടുമുറ്റത്ത്
വീട്ടുപടിക്കൽ എത്തിക്കഴിഞ്ഞു. തിരുമേനി അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, മാഷേ, നാം വല്ലാതെ സന്തോഷിക്കുന്നു. ഈ സന്തോഷം അടുത്ത ഓണത്തിനും പങ്കിടുവാൻ നാം തീർച്ചയായും വന്നിരിക്കും. ഉണ്ടാവണേ. മാഷ് പറഞ്ഞു, തീർച്ചയായും തീർച്ചയായും ഉണ്ടാവും. ഈ അസുലഭമായ നിർവൃതിക്ക് മറ്റെവിടെ പോയാലാണ് കിട്ടുക, ഉണ്ടാവുക? ഈ അപൂർവ സംഗമത്തിനു വേണ്ടി തിരുമേനി തീർച്ചയായും ഇവിടെ ഉണ്ടാവും. തിരുമേനിയുടെ മെതിയടിക്കൊപ്പം തിരുവോണത്തിന് വന്ന മുഴുവൻ കുടുംബാംഗങ്ങളും പതുക്കെ പതുക്കെ അഴഞ്ഞ് ഇല്ലാതാവുകയാണ്. ഗായക സംഘങ്ങൾ അപ്രത്യക്ഷരാവുകയാണ്. കൈകൊട്ടിക്കളി പെൺകുട്ടികൾ മുഴുവനും അപ്രത്യക്ഷരാവുകയാണ്. കുമാട്ടികൾ അപ്രത്യക്ഷരാവുകയാണ്. തിരുവരങ്കനും മാലു തിരുവരങ്കയും അപ്രത്യക്ഷരാവുകയാണ്. നടുമുറ്റം ശൂന്യമാവുന്നു. ശൂന്യമായ വരാന്ത, ശൂന്യമായ അകായി, ശൂന്യമായ അകായിലേക്ക് കടന്നുകൊണ്ട് മാഷ് വിളിച്ചു, ബാലു, കൊണ്ടുവരൂ മുഴുവൻ ഗുളികകളുമുള്ള പെട്ടി. ക്രമമായി ഗുളികകൾ കഴിക്കേണ്ടതുണ്ട്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കേട്ടവർക്കെല്ലാവർക്കും വലിയ സന്തോഷം. നന്ദി. നമസ്കാരം.